ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഇമോഷൻ, ഫീലിങ്സ്, കമ്പാഷൻ ഈ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ബന്ധം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ട്. യൂണിയൻ ആയിട്ടില്ല എങ്കിൽ ഇവിടെ ഇവർ ഒരു കംപ്ലീഷനാണ് ആഗ്രഹിക്കുന്നത്, യൂണിയനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ യൂണിയനായി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഇവരുടെ വീട്ടുകാരെ കൺവിൻസ് ആക്കി കഴിഞ്ഞു. അതായത് നിങ്ങളുമായിട്ടുള്ള മാരേജിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ വേണ്ടി വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഫീമെയിൽ എനർജിയാണ് ഇവരുടെ ഇടയിൽ ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാം നേരെയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങളെ ഇവർ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശരിയായ ഒരു സമയം വന്നാൽ മാത്രമേ ഇവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്കാരെയെല്ലാം ഇവർ കൺവീൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫിസിക്കലി ഇമോഷണലി ഭയങ്കര അട്രാക്ഷൻ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ അതുകൊണ്ടാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങളെ കൂടുതലായിട്ട് സ്പൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ ഇവർ നിങ്ങളെ കാണുവാൻ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. വളരെ ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണുവാൻ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ ഇവിടെ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് ഇവർ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യാണ് അവർ ചെയ്ത തെറ്റാലോചിച്ച്. എപ്പോഴാണോ നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഉള്ളത് അപ്പോൾ ഇവർ നിങ്ങൾക്ക് ഒരു വാല്യൂവും തരുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് നിങ്ങളുടെ വില ഇവർ മനസ്സിലാക്കുന്നത്. നിങ്ങളെ അപ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ട് കെയറും പ്രൊട്ടക്റ്റീവും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഉള്ളപ്പോൾ ഒരു വാല്യൂവും നിങ്ങൾക്ക് തരത്തില്ല, പോകുമ്പോഴാണ് നിങ്ങൾക്ക് വാല്യൂ തരുന്നത്. ഇവിടെ നിങ്ങൾ പോയതിന് ശേഷം ഇവരുടെ ലൈഫിൽ മറ്റുള്ളവർ എൻട്രി ആവുമല്ലോ, അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് എല്ലാവരും സെൽഫിഷാണ് എന്ന്. നിങ്ങൾ മാത്രമാണ് ഇവരോട് പവിത്രമായ സ്നേഹം വച്ചത്, ബാക്കി എല്ലാവരും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ എല്ലാവരും ഇവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നില്ല, നിങ്ങൾ മാത്രമാണ് അൺകണ്ടീഷണലായിട്ട് ഇവരെ സ്നേഹിച്ചത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയാണ് ഇവരോട് സ്നേഹം കാണിക്കുന്നത്. ചില ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി, ചില ആൾക്കാർ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഇവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് എല്ലാ ആൾക്കാർക്കും തോന്നാത്ത ഒരു ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങൾ അവരെ ഒരു ഹസ്ബൻഡിനെ പോലെയോ അല്ലെങ്കിൽ ഒരു വൈഫിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോഴും തോന്നുന്നത്. എത്ര തന്നെ അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടിട്ട് പോയാലും തിരികെ ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം നിങ്ങളെപ്പോലെ അത്രമാത്രം കെയറിങ്ങും നേച്ചറിങ് ആയിട്ടുള്ള സ്വഭാവം വേറെ ആരിലും ഇവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെ ലോയലാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ് ഉണ്ട്, ഒരു സ്ട്രോങ് ബോണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിലോ അതായത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർക്ക് പശ്ചാത്താപമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ഇപ്പോൾ അവർ ഇവരെ ചതിച്ച അവസ്ഥയായപ്പോൾ നിങ്ങളുടെ വില ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൽ പശ്ചാത്താപമുണ്ട് ഇവർക്ക്. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവർ എന്തായാലും നിങ്ങളുമായിട്ടൊരു കംപ്ലീഷനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ല എങ്കിൽ ഇവർ വളരെയധികം ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ ഒരു വാർണിംഗ് എനർജി ആയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ, അതായത് നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മാരേജിൻ്റെ ആ ഒരു തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു എന്നാണ്.
അപ്പോൾ നിങ്ങൾ വളരെയധികം കാത്തിരുന്ന ആ ഒരു ഡിസിഷനാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്രയും റൂട്ട് ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട്. പക്ഷെ അവർ അവരെ തന്നെ ഹീലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബ്ലോക്കേജ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിന്ന് സ്വയം ഇവരെ തന്നെ ഹീലാക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റിക്കവർ ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ കുറച്ചൊന്ന് കാത്തിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ 2 നമ്പറും 4 നമ്പറുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ചില ആൾക്കാർക്ക് 40 അവേഴ്സിനുള്ളിൽ, ചില ആൾക്കാർക്ക് 12 അവേഴ്സിനുള്ളിൽ, ചില ആൾക്കാർക്ക് 24 അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നതാണ്. ഇവർ ഫാമിലി കാരണവും സമൂഹം കാരണവുമാണ് കൂടുതലായിട്ട് സഫറിങ് അനുഭവിച്ചത്. അതായത് ആൾക്കാർ എന്ത് വിചാരിക്കും, സമൂഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ ഫാമിലി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയാണ് ഇവർ കൂടുതലായിട്ട് സഫറിങ് അനുഭവിച്ചത്. ഇവർ കൂടുതലായിട്ട് സഫറിങ് അനുഭവിച്ചിട്ടുണ്ട്. ഇവർ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരെ ആയിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഇവർക്ക് വേണ്ടി വേറെ ബന്ധം നോക്കുവാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇവർക്ക് റിയലൈസേഷൻ വന്നത്. അതായത് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ എന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നോക്കിയിട്ടിരുന്നാൽ എനിക്ക് എൻ്റെ ആഗ്രഹം നടത്തിയെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടായത് അപ്പോഴാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ സംസാരിക്കുന്നതാണ്. കാരണം ബ്ലോക്കേജസ് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ റിട്ടേൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയവരാണ് എങ്കിൽ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവരുടെ എനർജിയിൽ വരാൻ പോകുന്ന സമയം ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ട് ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്റ്റേബിൾ അല്ലായിരുന്നു. അത് കാരണമാണ് റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടായിരിക്കുന്നത്. റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസിനെയും കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ്, ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അവർ. എന്തായാലും അവരുടെ ആ ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് ജോലി കിട്ടി. ഇല്ല എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കടബാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഫൈനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവരുടെ എല്ലാ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ ഇവർ ഹീലാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു ചേഞ്ച് നിങ്ങൾ ഇവരും തമ്മിലുള്ള ബന്ധത്തിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ട്രാപ്പ്ഡ് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഇമോഷണലി ആ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ഇവരുടെയും ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, വരാൻ പോകുന്ന സമയം. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുവാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്ലോക്കേജസ് ആണോ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണോ, ബ്രേക്കപ്പിലാണോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുവാൻ പോവുകയാണ്. വരാൻ പോകുന്ന സമയത്ത് ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വരാൻ പോകുന്ന 24 അവേഴ്സ് അല്ലെങ്കിൽ 48 അവേഴ്സ് സ്പെഷ്യലായിരിക്കും നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ട് എങ്കിൽ അതനുസരിച്ച് ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കൂടാതെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയും വളരെ ശരിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് ശരിയായ മാർഗം തരുന്ന വ്യക്തിയെ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സന്തോഷത്തിൽ പോലും നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് ചില ആൾക്കാരുണ്ട് സ്വയം അവർക്ക് സന്തോഷമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് സന്തോഷം തേടി ഇവർ പോകും. പിന്നെയാണ് നമ്മുടെ അടുത്തുള്ള സന്തോഷം നമ്മളെ വിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ എന്ത് കാണിച്ചത്, എൻ്റെ അടുത്ത് സന്തോഷം ഉണ്ടായിട്ടാണല്ലോ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് സന്തോഷം കണ്ടെത്താൻ പോയത് എന്ന്. കുറേ ആൾക്കാർ അവരുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുവാൻ ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.